നമസ്കാരം, ഞാൻ മനോജ് സി മണി. മനുഷ്യരാശി എന്തുകൊണ്ടാണ് രോഗഗ്രസ്തരാകുന്നത്, ഇതിനെക്കുറിച്ചുള്ള കുറച്ച് സത്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ജലവിതരണം മലിനമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങളിൽ വിഷാംശം കലർന്നിരിക്കുന്നു എന്നതാണ്. ഭക്ഷണം ശുദ്ധീകരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നത് മൂലം ഭക്ഷണമല്ലാതായി അതിനകത്തെ ന്യൂട്രിയൻസ് പലതും നഷ്ടപ്പെട്ട് ഭക്ഷണമല്ലാതായി മാറുന്നു. നാലാമത്തെ പോയിന്റ്, നമ്മൾ ഭക്ഷണം വേണ്ട രീതിയിൽ ചവച്ചരച്ച് കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ്, പോഷകക്കുറവ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടി നമുക്ക് ഉണ്ടാകുന്നു. ആറാമത്തെ പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടതിലധികം ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. ഏഴാമത്തെ പോയിന്റ്, നമ്മളുടെ അന്തരീക്ഷം വളരെയധികം മലീമസമാണെന്നുള്ളതാണ്. എട്ടാമത്തെ പോയിന്റ്, വെയിലിനെ പേടിച്ച് നമ്മൾ ശരീരമാസകലം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു. ഒൻപതാമത്തെ പോയിന്റ്, നമ്മൾ വേണ്ടത്ര വ്യായാമം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പത്താമത്തെ പോയിന്റ്, നമ്മൾ ഇന്ന് ടെക്നോളജിയുടെ മുന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. TV, മൊബൈല്, കമ്പ്യൂട്ടർ എന്നിങ്ങനെ പോകുന്നു, അവയല്ല. 11ാമത്തെ പോയിന്റ്, മനുഷ്യൻ്റെ സഹജമായ വാസനകളിൽ നിന്നും പരിതസ്ഥിതിയിൽ നിന്നും വളരെയധികം മനുഷ്യൻ അകന്നു പോയിരിക്കുന്നു. 12ാമത്തെ പോയിന്റ്, നമ്മളുടെ പൂർവികരുടെ അറിവ് നാം വളരെ അധികം വില കുറച്ച് കാണിക്കുന്നു. 13ാമത്തെ പോയിന്റ്, പണം സമ്പാദിച്ച് അത് ഇരട്ടിയാക്കാനുള്ള സ്കീമുകളെ പിന്തുണയ്ക്കുന്നതിനാൽ പണമുണ്ടാക്കാനുള്ള സമ്മർദ്ദത്തിൽ നമ്മളായിത്തീരുന്നു. നമ്മുടെ ആരോഗ്യരക്ഷാ മരുന്നുകളെല്ലാം തന്നെ കെമിക്കലുകളോ പെട്രോ കെമിക്കലുകളോ ആണ്. 5ാമത്തെ പോയിന്റ്, നമ്മൾ ഭൂമിയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ചെരുപ്പ് ധരിക്കുന്നതിനാലാണ്. കുളിക്കുമ്പോൾ നുരയും പതയും ശരീരത്ത് തേക്കുകയും പല്ല് തേക്കുമ്പോൾ കെമിക്കൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ആരോഗ്യം വഷളാക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ്. ആൽക്കഹോളും കഫീനും നിയമവിരുദ്ധമല്ല, മറിച്ച് എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്നു. 18ാമത്തെ പോയിന്റ്, നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുന്നവരല്ല, നമ്മൾ ഒരു കാര്യത്തിലും സംതൃപ്തരുമല്ല. നമ്മൾ പരിഹരിക്കപ്പെടാനാകാത്ത വൈകാരിക ആഘാതത്തിലാണ്. 21ാമത്തെ പോയിന്റ്, നാം വൈദ്യുത കാന്തിക വികിരണത്തിന് വിധേയമാകുന്നു. TVയും റേഡിയോയും ഹോളിവുഡും നമ്മളുടെ എല്ലാം മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്നു. നമ്മളുടെ ജീവൻ നിലനിൽക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഓക്സിജനാണ്. നമ്മളുടെ ശ്വസനം തന്നെ ശരിയല്ല. നമ്മൾ ശ്വസിക്കുന്നതിൻ്റെ 30% താഴെ മാത്രം ഓക്സിജനെ നമ്മളുടെ ശരീരത്ത് ചെല്ലുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഇത്തരം കാരണങ്ങൾ കാരണമാണ് മനുഷ്യരാശി ഓരോ ദിവസവും രോഗഗ്രസ്തരായിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു.